മുഖം കാണാതെ എങ്ങനെയാ ചേച്ചി മനസ്സിലാക്കുന്നത്? പുളിങ്കുന്നിന്ന് കല്യാണം കഴിച്ച് കൊച്ചിയിലേക്ക് പോയ ഷംന ആയിരിക്കോ? ഷംന എങ്ങനെ ഇവിടെ വരാനാ? അവളിപ്പോ ദുബായിൽ സെറ്റിൽഡ് അല്ലേ? ആ ശരിയാണല്ലോ. അതെ, എന്നെ അറിയോ? ഞാൻ ചാരുലത. അമൃതേച്ച് പറയുമായിരുന്നു ഷംനയാണെന്ന്. അയ്യോ, ഞാൻ ഷംനയല്ല, എന്റെ പേര് റാഹിലാന്നാ. റാഹിലയോ? അതാരാ? ചാരു ചേച്ചിയുടെ കൂടെ പഠിച്ചതായിരിക്കും. ഒന്ന് ഓർത്തു നോക്ക്. റാഹില എവിടെ വീട്? ഏത് സ്കൂളിലാ പഠിച്ചേ? ഞാൻ കുറച്ച് ബിസിയാ. ശരി എന്നാ. റാഹില ഒന്ന് നിന്നേ. റാഹില, റാഹില. റാഹില എന്ന പേരിൽ എനിക്കാരും അറിയില്ല. നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ ആരുമില്ല. ചിലപ്പോ ശ്രേയയുടെ കൂട്ടുകാരി ആയിരിക്കോ? അതെന്തിനാ നമ്മൾ നോക്കുന്നേ? നീ വാ, വാ. ആരാ? നീ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. വല്ലാത്ത സർപ്രൈസ് ആയി പോയി. ഇതെന്റെ ഒരു ഫ്രണ്ടാ. കുറെ വർഷങ്ങൾക്ക് ശേഷമാ കാണുന്നേ. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കോ? ഓ, എനിക്കറിയായിരുന്നു നീ ആയിരിക്കുമെന്ന്. വാ. ഈ രൂപത്തിൽ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. എങ്ങനെയുണ്ട്? ഇവിടെ എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കണോ? എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ. ആരും നിന്നെ തിരിച്ചറിയരുത്, അത് മതി. പിന്നെ ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ? ഏയ്, സംശയമൊന്നുമില്ല. എന്നെ കണ്ടതും ചാരു വന്ന് സംസാരിച്ചു. ഞാൻ വിചാരിച്ചു നീ അവളുടെ മുന്നിൽ പോയി പെടുവെന്ന്. നിനക്ക് പിൻവാതിലൂടെ വന്നാ പോരായിരുന്നോ? അയ്യോ മാഡം, ഞാൻ ആരെന്ന് ചാരുവിന് മനസ്സിലായിട്ടില്ല. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ അവളെ കണ്ടിരുന്നു മാഡം. എങ്ങനെ? നിന്റെ ശബ്ദം മനസ്സിലാവാതിരിക്കാൻ അവളെന്താ പൊട്ടിയാണോ? അവള് പൊട്ടിയല്ല മാഡം. ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാ ആരും എന്നെ ഒരു പെൺകുട്ടിയാണെന്നല്ലേ വിചാരിക്കൂ. ഓ, ഓക്കെ ഓക്കെ, ഗുഡ്. നീ മിമിക്രി പഠിച്ചിട്ടുണ്ടോ? ജീവിക്കാൻ വേണ്ടി ഞാൻ പഠിക്കാത്ത ഉടായ്പകളൊന്നുമില്ല മാഡം. ഓക്കെ. ചാരു നിന്നോട് എന്താ ചോദിച്ചത്? പേരെന്താന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു. നീ എന്ത് പേരാ പറഞ്ഞത്? അത് മാഡം, പേര് പെട്ടെന്ന് പറഞ്ഞതായതുകൊണ്ടേ. നീ പറഞ്ഞ പേര് നിനക്ക് ഓർമ്മയില്ലേ? അത് എടാ മണ്ട, പറഞ്ഞ പേര് നീ മറന്നിട്ടുണ്ടാവും, പക്ഷെ ചാരു അത് മറക്കില്ല. ഇനി ഒരു തവണ നീ അവളുടെ മുന്നിൽ പേര് മാറ്റി പറഞ്ഞ അവൾ അത് കണ്ടുപിടിക്കും. ഇനി
ഇനി എന്ത് ചെയ്യും മാഡം? എന്നോടാണ് ചോദിക്കുന്നത്? നീ അവളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് വാ, നീ പറഞ്ഞ പേരെന്താണെന്ന്. നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ നിർത്തി എന്നെ പറഞ്ഞാ മതിയല്ലോ. ഓർത്ത് നോക്ക ആ പേരെന്താണെന്ന്. ആയിഷ, ഫാത്തിമ, ഏയ്, റസിയ, അങ്ങനെ വല്ലോ ആണോ? അല്ല മാഡം. റംല, നൂറ? മാഡം, റംലല്ല, റാഹില. അത് തന്നെ ഞാൻ പറഞ്ഞ പേര്.